സ്പെഷ്യൽ മധുര പഴംപൊരിയാണ്. ഇതുണ്ടാക്കാൻ വേണ്ടി ആദ്യമേ പഞ്ചസാര ഏലക്കയും കൂടെ ഒന്ന് പൊടിച്ചെടുക്കുക. തേങ്ങ തിരുമ്മി വെച്ചതിനകത്തോട്ട് ഈ മിക്സ് നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കുക. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ ഏത്തക്ക എടുക്കണം കേട്ടോ. ഇത് പരീക്ഷണാർത്ഥം ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ ഒരൊറ്റ ഏത്തക്ക എടുത്തിട്ടുള്ളൂ. എന്നിട്ട് ഇത് നണ്ടായിട്ട് മുറിച്ച് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് ഇതിനകത്തെ കുറച്ച് സാധനങ്ങൾ നമുക്കെടുത്ത് മാറ്റിയാൽ മാത്രമേ ആ ഫില്ലിങ്സ് ഒക്കെ വെക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ അതെല്ലാം മാറ്റിയതിന് ശേഷം ഈ ഫില്ലിങ്സ് രണ്ട് സൈഡിലും റെഡിയാക്കി വെക്കുക. ഒരു സൈഡിൽ വെച്ചാൽ തന്നെ നല്ല രീതിയിൽ അത് ഇരുന്നോളും. ഞാൻ പക്ഷേ രണ്ട് സൈഡിലും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നിട്ട് നമ്മളിത് സാധാരണ ഏത്തക്കാപ്പം ഉണ്ടാക്കുന്ന ബാറ്ററിനകത്തോട്ടാണ് മുക്കിയെടുക്കേണ്ടത്. അതായത് മൈദ, മഞ്ഞൾപ്പൊടി, ജീരകം, കുറച്ച് ഉപ്പ്, കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ബാറ്ററിലേക്കൊന്ന് മുക്കിയിട്ട് എണ്ണയ്ക്കകത്തൊന്ന് പൊരിച്ചെടുക്കണം കേട്ടോ. ഞാനിത് കുറച്ച് എണ്ണയ്ക്കകത്ത് ഒന്ന് അഡ്ജസ്റ്റ്മെൻറ്റ് രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തതാണ്. ഏത്തക്കാപ്പം ഉണ്ടാക്കിയതിൻ്റെ ബാക്കി എണ്ണയായിരുന്നു കേട്ടോ. അന്നേരം എന്തായാലും ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് ആക്കിയതാണ്. അങ്ങനത്തെ ആദ്യത്തെ പോർഷനൊക്കെ കഴിക്കുമ്പോൾ അത്ര മധുരമൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. പക്ഷേ നടുക്കത്തെ പോർഷൻ എത്തുമ്പോഴത്തേക്കും നല്ല സൂപ്പർ ടേസ്റ്റുമാണ്, നല്ല സൂപ്പർ മധുരമാണ് കേട്ടോ. മധുരമൊക്കെ ഇഷ്ടമുള്ളവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ നേരത്തെ ഒരു ഏത്തക്കയുടെ റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നേ. അത് ചെയ്ത് കണ്ടപ്പം ഷിബിയൊക്കെ ആണെങ്കിൽ എന്നിട്ട് വിളിച്ച് പറഞ്ഞാൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ചെയ്ത് നോക്കണമെന്ന്. അന്നേരം എന്തായാലും ഈ പ്രാവശ്യം ഏത്തക്കാപ്പം ഉണ്ടാക്കിയപ്പോൾ ഒരെണ്ണം ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് വെച്ച് ട്രൈ ചെയ്ത് നോക്കിയതാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാൻ പറ്റിയൊരു സാധനമാണ് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അടുത്ത ഷോർട്സിൽ കാണാവേ.